ഇന്ന് ആഗമനകാലം 10-ാം ദിവസം. ഇന്ന് സഹോദരങ്ങളെ നാം ധ്യാനിക്കുക പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങേണ്ടതിനെക്കുറിച്ചാണ്. തിന്മ അകറ്റാം എന്ന ചിന്ത നമ്മുടെ ആത്മീയ ഒരുക്കത്തിൻ്റെ കാതൽ ശുദ്ധീകരണമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ കാലഘട്ടം യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിനെയും മഹത്വത്തിലുള്ള അവിടുത്തെ 2-ാം വരവിനെയും ഒരുപോലെ അനുസ്മരിപ്പിക്കുന്നു. അതിനാൽ നാം ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിട്ടുമാറാൻ ജനത്തെ ആഹ്വാനം ചെയ്തതുപോലെ സ്നാപക യോഹന്നാനും മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ തിന്മകളെയും അകറ്റി നിർത്താൻ നാം പരിശ്രമിക്കണം. വെറുപ്പ്, അസൂയ, അത്യാഗ്രഹം, പരദൂഷണം തുടങ്ങിയ പാപചിന്തകൾ ആത്മാവിനെ മലിനമാക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യരുത്, പാപത്തിന് അടിമപ്പെടരുത് എന്ന് റോമ 6:6 നാം വായിക്കുന്നു. സദാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പാപത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. തിന്മയെ അകറ്റാനുള്ള ശക്തി നമുക്ക് സ്വന്തമായിട്ടില്ല, മറിച്ച് ദൈവകൃപയിലൂടെയാണ് അത് സാധ്യമാകുക. കൂടെയുള്ള കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, വചനധ്യാനം, പ്രാർത്ഥന, ഉപവാസം, കാരുണ്യ പ്രവൃത്തികൾ എന്നിവ ഇതിന് നമ്മെ സഹായിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ യോഗ്യമായ ഒരു ഭവനമായി, ഒരു നല്ല പുൽ തൊട്ടിലായി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാം. തിന്മയെ അകറ്റി നന്മയിൽ വളർന്ന് പ്രത്യാശയോടെ അവിടുത്തെ വരവിനായി കാത്തിരിക്കാം. ഈ ആഗമനകാലം അതിനുള്ള കൃപ നമുക്കോരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.